ഹായ് എവ്രി വൺ. ഹൈഡ്രജൻ സ്പെക്ട്രയെ പറ്റിയാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇക്കഴിഞ്ഞ ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ സ്പെക്ട്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 5 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് നിങ്ങളോട് ചോദിക്കാം. ആ 5 ഡിഫറെൻറ്റ് ടൈപ്സും നമ്മൾ ഈ സെഷനിൽ നോക്കിക്കാണും. അതിനു മുൻപായി നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ ഇവിടെ എമിഷൻ സ്പെക്ട്രൽ സീരീസ് ഉണ്ടാകും. ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫൺ. ഇവർ എവിടെ ലൈ ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോക്കൂ, ലൈമാൻ ലൈ ചെയ്തിരിക്കുന്നത് യു വി റീജിയനിലാണ്. ബാമർ ഏതാണ്? വിസിബിൾ റീജിയനിലാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? ഇൻഫ്രാറെഡ് റീജിയനിലാണ് ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ടേബിൾ ഫോമിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സീരീസും ലൈമാൻ യു വി ആണ്, ബാമർ വിസിബിൾ, പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് എന്താണ്? ഇൻഫ്രാറെഡ് റീജിയനിലാണ്. ഇനിയാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 2 വാല്യൂസ് ഉണ്ടാകും, N1 എന്നും അതേപോലെ N2 എന്നും. എന്താണ് N1? N1 എന്ന് പറഞ്ഞാൽ ലോവർ എനർജി ലെവലാണ്. N2 എന്ന് പറഞ്ഞാൽ ഹയർ എനർജി ലെവൽസ് ആണ്. ഹയർ എനർജി ലെവൽസ്. നോക്കൂ, ലൈമാൻ സീരീസിൽ നമ്മുടെ N1ൻ്റെ വാല്യൂ ഫിക്സഡ് ആയിരിക്കും. എത്രയാണ്? 1 ആണ്. N1ൻ്റെ വാല്യൂ ഫിക്സഡ് ആണ്, 1 ആണ്. ബാമർ സീരീസിൽ നോക്കൂ, എമിഷൻ സ്പെക്ട്ര വരുന്നത് എവിടെ നിന്നാണ്? ഹയർ ലെവൽ ടു ലോവർ എനർജി ലെവൽസ് ആണ്. ബാമർ സീരീസിൽ നിങ്ങൾ നോക്കിയേ, ദാ N1ൻ്റെ വാല്യൂ ഫിക്സഡ് ആണ്. എത്രയാണ്? 2 ആണ്. 3 to 2 ഒരു ട്രാൻസിഷൻ വരാം. 4 to 2 ഒരു ട്രാൻസിഷൻ വരാം. ഇനി ദാ ഇൻഫിനിറ്റി ടു 2 വരെ ട്രാൻസിഷൻ വരാം. അതേപോലെ ലൈമാനിൽ നോക്കിക്കോളൂ, 2 to 1, 3 to 1. N1ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ് ടു ഇൻഫിനിറ്റി വരെ നമുക്ക് നോക്കിക്കാണാൻ പറ്റും. അപ്പോൾ നോക്കിയേ, അതല്ലേ ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ലൈമാൻ്റെ N1 വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ N2 വാല്യൂ എന്ന് പറയുന്നത് 2, 3 അപ് ടു ഇൻഫിനിറ്റി. ബാമർ എന്ന് പറയുന്നത് എന്താണ്? 3, 4 അപ് ടു ഇൻഫിനിറ്റി. കാരണം N1ൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ N2 രണ്ടിനേക്കാൾ ഹയർ എനർജി ലെവൽസ് ആയിരിക്കും. 3, 4 അപ് ടു ഇൻഫിനിറ്റി. അതേപോലെ പാഷനിൽ N1ൻ്റെ വാല്യൂ 3 ആണ്. അങ്ങനെയാണെങ്കിൽ N2 4, 5 അപ് ടു ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ വരും. ഇനി ഇവരുടെ പ്രോബ്ലംസിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ, വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ആർ സെഡ് സ്ക്വയർ 1/N1² മൈനസ് 1/N2². എന്താണ് ആർ? റിഡ്ബേർഗ്സ് കോൺസ്റ്റന്റ് ആണ്. വാല്യൂ എന്താണ്? 1.09 ഇൻറ്റു 10⁻⁷. ആൻഡ് സെഡ് എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ. നൗ വാട്ട് ഈസ് N1? N1 എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്മൾ പറഞ്ഞതുപോലെ ലോവർ എനർജി ലെവൽ. ആൻഡ് N2 എന്താണ്? യെസ്, ഹയർ എനർജി ലെവൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. N2 ഈസ് ഹയർ എനർജി ലെവൽ. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. നോക്കൂ, ഇവിടെ കാൽക്കുലേറ്റ് ദി ലാംഡ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് തിങ് അല്ലേ? ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വേവ് നമ്പർ ആണ്. എന്താണ് ഈ വേവ് നമ്പർ? 1/λ ആണ് അല്ലേ? പക്ഷേ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലാംഡയാണ്. അപ്പോൾ ഈ ഒരു വലിയൊരു വാല്യൂവിനെ ഇൻവേഴ്സ് ചെയ്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് സമയമെടുക്കും അല്ലേ? അപ്പോൾ അത് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ന്യൂ ബാർ എന്താണ്? 1/λ. ആർ സെഡ് സ്ക്വയർ ഹൈഡ്രജൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. 1² 4 to 2 ട്രാൻസിഷൻ എവിടെയാണ്? 4 to 2 ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ N1 വാല്യൂ എത്രയാണ്? യെസ്, 2 ആണ്. ഹയർ എനർജി ലെവലിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. അപ്പോൾ എനിക്ക് സിംപ്ലി എങ്ങനെ എഴുതാം? 1/2² മൈനസ് 1/4² എന്ന് എനിക്ക് എഴുതാൻ പറ്റും. പറ്റത്തില്ലേ? യെസ്. നോക്കൂ, നിങ്ങൾ ആറിൻ്റെ വാല്യൂ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. അതായത് 1/λ ആർ ഇൻറ്റു എന്ത് വരും? ഇതാ, ഇതിനെ ഞാൻ 16 മൈനസ് 4/16 ഇൻറ്റു 4 എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. ഇനി എനിക്ക് ലാംഡ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ എനിക്കിതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു 1/r ഇൻറ്റു എന്ത് വരും? 16 ഇൻറ്റു 4. ഇതാ, ഈ 16 ഇൻറ്റു 4 എന്ത് വരും? മുകളിലേക്ക് വരും. യെസ്, 16 ഇൻറ്റു 4/12 എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് യു ഷുഡ് നോ ഈസ് 1/rൻ്റെ വാല്യൂ എത്രയാണ്? 912 ആങ്സ്ട്രോം ആണ്. കാൽക്കുലേഷൻ വളരെ എളുപ്പമാവും. ഇനി നോക്കിയേ നിങ്ങൾ. യെസ്, ഇവിടെ എന്ത് ചെയ്താൽ മതി? 912 ആങ്സ്ട്രോമിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. 16/3 എന്ന് വരും. യെസ്, ഇറ്റ് വിൽ ബി
16/3. ഞാൻ ഇതിനെ ക്യാൻസൽസ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി 304. പക്ഷേ നിങ്ങളുടെ ഓപ്ഷനുകൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? നാനോമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ആങ്സ്ട്രോം എന്ന് എന്ത് ചെയ്യണം? നാനോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ്. നാനോമീറ്റർ എന്ന് പറഞ്ഞാലോ 10⁻⁻9 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ 16 ഞാൻ എന്ത് ചെയ്യുന്നു? 1.6 എന്ന് എഴുതുന്നു. ആൻഡ് 304 ഇൻറ്റു 1.6 നിങ്ങൾ ഓപ്ഷനിൽ നോക്കിയേ ഏതായിരിക്കും പ്രോബബിൾ വാല്യൂ? യെസ്, എത്രയായിരിക്കും? 486 അല്ലേ? 486 നാനോമീറ്റർ ആയിരിക്കും നിങ്ങളുടെ പ്രോബബിൾ വാല്യൂ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദി ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഓഫ് ലൈമാൻ സീരീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്? നോക്കൂ, ലോങ്സ്റ്റ് വേവ് ലെങ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ 1/λയുടെ ഇക്വേഷനൊക്കെ നമുക്കറിയാം അല്ലേ? R(z²) ഹൈഡ്രജൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെടുക്കുക? ഹൈഡ്രജൻ എടുക്കുക. ഇൻറ്റു 1 ലൈമാൻ സീരീസ് ആണ്. ലൈമാൻ സീരീസിൻ്റെ N1ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. 1² മൈനസ് 1/N2². പക്ഷേ N2ൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? N2ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. ഈ ക്വസ്റ്റ്യനിൽ N2ൻ്റെ വാല്യൂ പറഞ്ഞിരുന്നു 4:2 എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഹിൻ്റ് ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ലോങ്സ്റ്റ് വേവ് ലെങ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലേ? ഈസ് ഈക്വൽ ടു hν, അല്ലെങ്കിൽ എനിക്ക് hc/λ എന്ന് എഴുതാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലാംഡ ലോങ്ങസ്റ്റ് ആണ്. അപ്പോൾ എനർജി എന്തായിരിക്കും? എനർജി വിൽ ബി ദി സ്മോളസ്റ്റ്. എനർജി വിൽ ബി സ്മോളസ്റ്റ്. അപ്പോൾ നിങ്ങൾ പറയൂ, ഈ ലൈമാൻ സീരീസിൽ ആരുടെ എനർജി ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ്? ഏത് ട്രാൻസിഷൻ ആയിരിക്കും? ദാ ഈ ട്രാൻസിഷൻ അല്ലേ ഏറ്റവും എനർജി കുറവുള്ളത്? 2ൽ നിന്ന് 1ലേക്ക് വരുന്നത്, അതായത് തൊട്ടടുത്തുള്ള ലെവലിൽ നിന്ന് വരുന്ന ട്രാൻസിഷൻ അല്ലേ ഏറ്റവും എനർജി കുറവുള്ളത്? നോക്കൂ, 2 to 1 അല്ലേ? ഇൻഫിനിറ്റിയിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ എന്തായിരിക്കും? വളരെയധികം ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ N2ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? യെസ്, N2ൻ്റെ വാല്യൂ എന്ത് കിട്ടി? യെസ്, N2 is equal to lowest energy transition. എന്താണ്? യെസ്, 2 എന്ന് നമുക്ക് കിട്ടി. ബേസിക്കലി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 to 1 ട്രാൻസിഷൻ ആണ് കണ്ടുപിടിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതിയതുപോലെ R ഇൻറ്റു 1² ഇൻറ്റു 1² മൈനസ് 1/2² എന്ന് എഴുതാം. സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് 1/R. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 3/4 ആയിരിക്കും അല്ലേ? ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3/4 ആയിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും? 4/3 എന്ന് നമുക്ക് സിംപ്ലി എഴുതാൻ പറ്റും. ഇതെത്രയായിരിക്കും? 912 ഇൻറ്റു 4/3 ആങ്സ്ട്രോം. അഗെയിൻ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? യെസ്, 304 ആണ് അല്ലേ? 304 മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 16 എന്ത് വരും? 1. യെസ്, 1216 ആങ്സ്ട്രോം എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. കിട്ടത്തില്ലേ? യെസ്. ഓൾറൈറ്റ്. ഇനി ഇതേപോലെ നിങ്ങൾക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. കാൽക്കുലേറ്റ് ദി ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. കാൽക്കുലേറ്റ് ദി ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ബാമർ സീരീസ്. ബാമർ സീരീസിൻ്റെ N1 എന്താണ്? 2 ആണ്. N2 തന്നിട്ടില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈസ് ഈക്വൽ ടു hc/λ. ലാംഡ ഷോർട്ടസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനർജി എന്തായിരിക്കും? എനർജി ലാർജസ്റ്റ് ആയിരിക്കും. യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, എനർജിയുടെ ഏറ്റവും കൂടുതൽ എനർജി ഏത് ട്രാൻസിഷനിലായിരിക്കും? യെസ്, നോക്കി നിങ്ങൾ, ദാ ഈ ട്രാൻസിഷൻ അല്ലേ ഏറ്റവും വലിയ എനർജി? ബാമർ സീരീസിൻ്റെ ഏറ്റവും വലിയ എനർജി ട്രാൻസിഷൻ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. നോക്കിയേ നിങ്ങൾ, എന്തായിരിക്കും? യെസ്, N2ൻ്റെ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. 1/λ എന്ന് പറയുന്നത് എന്താണ്? R(z²) 1/2² മൈനസ് 1/∞². 1/∞ വാല്യൂ എത്രയാണ്? 0 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു സിംപ്ലി നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, R ഇൻറ്റു 1² ഇൻറ്റു 1/4 എന്ന് എഴുതാൻ പറ്റും. സോറി, ദിസ് വിൽ ബി 1/λ. ലാംഡ എന്തായിരിക്കും? യെസ്, 1/R ഇൻറ്റു 4 എന്ന് വരും.
ആൻഡ് 1/r വാല്യൂ എത്രയാണ് 912 ഇൻറ്റു 4. ഓക്കെ, 843,648 ആങ്സ്ട്രോം എന്ന് നമുക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? യെസ്, ഷോർട്ടസ്റ്റും ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്തും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ടൈപ്പ് നോക്കൂ, ഫൈൻഡ് ദ വേവ് ലെങ്ത് ഓഫ് തേർഡ് ലൈൻ ഓഫ് ബാമർ സീരീസ് ഇൻ HE+ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് ഈ തേർഡ് ലൈൻ? നോക്കൂ, തേർഡ് ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മേ ബി കുട്ടികൾ തെറ്റിച്ചേക്കാം. ഇവിടെ എന്താണ് തേർഡ് ലൈൻ എന്ന് പറയുമ്പോൾ N2 വാല്യൂ അവരെന്തെടുക്കും 3 ആയിട്ട് എടുക്കും. പക്ഷേ അങ്ങനെയല്ല. നോക്കൂ, ബാമർ സീരീസിൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 3 to 2 ആണ്. ഫസ്റ്റ് ലൈൻ എന്താണ് 3 to 2. സെക്കൻഡ് ലൈൻ എന്താണ്? യെസ്, 4 to 2 ആണ്. തേർഡ് ലൈനാണ് എന്ത് 5 to 2. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ N2 വാല്യൂ എടുക്കേണ്ടത് എന്താണ്? യെസ്, N1 വാല്യൂ നമ്മൾ 2 എന്നെടുക്കുമ്പോൾ N2 വാല്യൂ എന്തായിട്ട് എടുക്കണം 5 എന്നെടുക്കണം. എന്നിട്ട് നിങ്ങളുടെ കാൽക്കുലേഷൻ ചെയ്താൽ മതി. അതായത് 1/λ is equal to RZ². നോക്കൂ, Z ഹീലിയമാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ? യെസ്, 2² എടുക്കണം. 1/2² മൈനസ് 1/5² എന്ന് ചെയ്യാം അല്ലേ? അതായത് 1/λ is equal to R into 4. ഇതെന്തായിരിക്കും 25 മൈനസ് 4/25 ഇൻറ്റു 4 എന്നുള്ള രീതിയിൽ നമുക്ക് വരും. ആൻഡ് നിങ്ങളിതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടും. നമ്മുടെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? യെസ്, ഇൻവേഴ്സ് എടുത്ത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓൾറൈറ്റ്, ഇനി അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി സ്പെക്ട്രൽ ലൈൻസ് ആർ പോസിബിൾ? ഹൗ മെനി സ്പെക്ട്രൽ ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹൗ മെനി സ്പെക്ട്രൽ ലൈൻസ് ആർ പോസിബിൾ വെൻ ഇലക്ട്രോൺ ഷിഫ്റ്റ് ഫ്രം 6 to 2? അപ്പോൾ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ. ഓക്കെ, എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ് N2 മൈനസ് N1 ഇൻറ്റു N2 മൈനസ് N1 പ്ലസ് 1/2. അപ്പോൾ പറയൂ, ഇതാ ഞാൻ തൽക്കാലത്തേക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? യെസ്, നമ്മുടെ N2 വാല്യൂ എത്രയാണ്? 6 ആണ്. N2 വാല്യൂ 6 ആണ്. N1 വാല്യൂ എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ. യെസ്, ദിസ് വിൽ ബി 4 ഇൻറ്റു 6 മൈനസ് 2 എത്രയാണ്? 4 പ്ലസ് 1. യെസ്, 5/2 എത്ര വരും? 10 ലൈൻസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ചോദ്യം, ഫോർ ദ ട്രാൻസിഷൻ ഇൻ വിച്ച് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ട്രാൻസിഷൻ വേവ് ലെങ്ത് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് He+ ഇൻ ട്രാൻസിഷൻ ഫ്രം 4 to 2. എന്താ പറഞ്ഞിരിക്കുന്നത്? നോക്കി, നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ 1/λ ഇക്വേഷൻ എഴുതുക. നോക്കൂ, എന്താണ് RZ²? ഹൈഡ്രജൻ എന്താണ് 1². വേവ് ലെങ്ത് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ്, നമുക്കിത് അറിയത്തില്ല അല്ലേ, ഏത് ട്രാൻസിഷൻ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല ഹൈഡ്രജൻ്റെത്. പക്ഷേ ഇവരുടെ വാല്യൂ എന്തായിരിക്കണം? ഹീലിയത്തിൻ്റെതോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ R ഇൻറ്റു ഹീലിയത്തിൻ്റെ ട്രാൻസിഷനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? 2² ഇൻറ്റു ദാ ഹീലിയത്തിൻ്റെ ട്രാൻസിഷൻ എന്താണ്? 4 to 2 ആണ്. അങ്ങനെയാണെങ്കിൽ 1/4². ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ദാ ഈ R² എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി 1² അതും കുഴപ്പമില്ല, 1² 1 തന്നെയാണ്. അപ്പോൾ 1/N1² മൈനസ് 1/N2² വാല്യൂ എന്ത് വരും? യെസ്, 4 ഇൻറ്റു ഇതെന്ത് വരും? 16 മൈനസ് 12/16 ഇൻറ്റു 4 എന്നുള്ള രീതിയിൽ നമുക്ക് വരും. ആൻഡ് 12 16 കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് വരും? ഇതെന്തായിരിക്കും? 3 4. 4ഉം 4ഉം ക്യാൻസൽ ചെയ്യുക, എന്ത് വരും? 3/4 എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ 1/N1² മൈനസ് 1/N2² വാല്യൂ 3/4 വരണമെങ്കിൽ ഇവരുടെ ട്രാൻസിഷൻ എന്തായിരിക്കണം? പറയൂ, ഏതായിരിക്കണം? യെസ്, 2ൽ നിന്ന് 1ലേക്കായിരിക്കണം അല്ലേ? 2ൽ നിന്ന് 1ലേക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 1/1² മൈനസ് 1/2² എത്ര വരും? 3/4 എന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓൾറൈറ്റ്, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.